ആദ്യമേ ക്ഷമിക്കുക, ചിരിക്കാൻ വരുന്നത് പൊട്ടിയങ്ങ് ചിരിക്കുക, ഇത്രേ ഉള്ളൂ. ഓക്കെ. കഥ, തിരുകഥ, സംഭാഷണം ഇതൊന്നും എന്റെ അല്ല. ആദ്യമേ ഞാൻ പറയണം. ഏതൊരു നാട്ടുകാരുണ്ട്, എനിക്കൊന്നും അറിയില്ല. ഈ സ്കിറ്റ് നടത്തുന്ന പറഞ്ഞതിന്റെ തീം എന്ന് പറഞ്ഞാൽ ഒരു നാടക കഥയാണ്. നാടകം നടത്തുന്ന ഒരു സംവിധായകൻ, അവന്റെ എന്ന് പറഞ്ഞ ഈ ആക്ടർ അവസാന സമയത്ത് കാലങ്ങ് മാറും. പിന്നെ ഈ സംവിധായകൻ ഈ നാടകം ഒന്ന് സെറ്റപ്പ് ചെയ്ത് വരുന്ന ഒരു ബുദ്ധിമുട്ടും പ്രയാസം എല്ലമാണ് ഈ നാടകത്തിൽ കാണിക്കുന്നത്. ഓക്കെ, റെഡിയാണേ? ആ പിടിച്ചെല്ലാം റെഡി ആക്കണം. എല്ലാരും റെഡിയാണോ? ആ ബുദ്ധൻ ആക്ടർ എല്ലാം റെഡിയാണേ? ആ എന്നാ ശരി, ഫസ്റ്റ് സീൻ. മുതലാളി രംഗത്ത് വാ. മുതലാളി ചങ്കത്ത് വരാനോ? എടാ ചങ്കത്തല്ല, മുതലാളി രംഗത്ത് വരട്ടെ. ഏത് മുതലാളി? എടാ നമ്മുടെ മീൻകാരന്റെ മോന് സുനി, അവനെ അല്പം വിട്. അവനെട്ടോ ഒരു മിനിറ്റ്. ആ സുനി അങ്ങോട്ട് വാടാ. സുനി ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ, അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടാ, ഇങ്ങോട്ട്. ആ നേരെ നോക്ക്, നേരെ നോക്ക്. എന്റെ മോനെ ഓഡിയൻസിന്റെ നേരെ നോക്ക്. എടോ സുനി ഇങ്ങോട്ട് വാടാ. എടോ ഇങ്ങോട്ട് വരേനെ, ഇങ്ങോട്ട്. ഇങ്ങനെ പേടിച്ചല്ലേ നമ്മുടെ നാടകം. ഇങ്ങോട്ട് നടക്കും, വാ, ഇങ്ങോട്ട് വാ. ആ അവിടെ നിന്നാ മതി, അവിടെ നിന്നോ. ഓക്കെ. സീൻ 1. പ്രകാശം വരും. പ്രകാശം വരുന്ന ഞാൻ കളിക്കുന്നു. എടാ പ്രകാശൻ, ആ പ്രകാശനല്ല, വെളിച്ചം വരും. വെളിച്ചം വരുമ്പോൾ സീൻ 1. മുതലാളി ഉലാത്തുന്നു. പിന്നെ മുതലാളി ഒലത്തുന്നു. എടാ മുതലാളി ഒലത്തുന്നല്ല, മുതലാളി ഉലാത്തുന്നു. ഈ സംഭവം എന്തോ കേട്ടിട്ടില്ല? കണ്ടിട്ടില്ല? എവിടെ? എടാ ഉലാത്തുന്ന് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഒലത്തുന്നു ഒലത്തുന്നു. ഒന്ന് എന്റെ പൊന്നു മകന് ഒന്ന് ഒലത്തി കാണിക്കോ, ഒലത്തി കാണിക്കും. കണ്ടുപിടിച്ചു. ആ ഓക്കെ, കമോ. അത് എന്റെ ഡയലോഗ്, നീ പറയണ്ട. പറയാൻ നേരത്തെ പറഞ്ഞാ മതി. മുതലാളി വേലക്കാരിയായ രാധയെ വിളിക്കുന്നു. എനിക്കറിയാം, ഇതാണ് ഒരു മീൻകാരിനെ വിളിച്ച് ആക്ടിങ് ചെയ്യിപ്പിച്ച പ്രശ്നം. എടാ നാടക ശൈലിയിൽ 3 വശം രാധേനെ വിളിക്കടാ. ഓക്കെ, ശബ്ദം ഗാംഭീര്യത്തിൽ വിളിക്കടാ. ഗാംഭീര്യം. ആ അതെ, കമോ. കേട്ടില്ല? രാധേ. ആ രാധേ. ആ പൊളിയാക്കി. ആ രാധേ, പെൺപിള്ളേ രാധേ, രാധവ, രാധവ. ജാതിയല്ലടാ, രാധവ, രാധവ. രാഘവനെ വിളിക്കുന്നത്. രാഘവൻ നീ ഒന്നും മിണ്ടായിരിക്കുന്നു. എടി ആ പെൺപിള്ളേ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ. രാധ, എടി രാധ ഇങ്ങോട്ട് വാടി. എടി രാധേ. പാടില്ല നമ്മൾ ഓക്കെ. രാധയെ കണ്ടതിന്റെ മുതലാളിന്റെ മുഖത്ത് പുച്ഛം. എന്തുകൊണ്ടാ, എന്ത് പറ്റിയടാ സുനി? എനിക്ക് പേടിയാ. എന്തിനാ നിനക്ക് എന്തിനാ പേടി? ഇന്നലെ കടിച്ചു. പൂച്ച അല്ലടാ, മുതലാളിന്റെ മുഖത്ത് പുച്ഛം. അറിയത്തില്ല എവിടെ? ഇത് കണ്ട് മുതലാളിന്റെ നമ്മുടെ രാധയുടെ മുഖത്ത് പുഞ്ചിരി തൂകുന്നു. പെണ്ണുമ്പോൾ നിന്നോട് പ്രസവിക്കാനല്ലേ പറഞ്ഞത്, പുഞ്ചിരി തൂകാനേ പറഞ്ഞത്. എന്നെ തല്ലിക്കൊല്ലേ? പുഞ്ചിരി തൂകാനല്ലേ, തുപ്പാനല്ലേ പറഞ്ഞ, പുഞ്ചിരി തൂകണം. അതുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്ന രാധയെ കണ്ട് മുതലാളി അടുത്ത് വന്ന് ചോദിക്കണം, രാധേ എന്തിനാണ് മിണ്ടാതെ നിൽക്കുന്നത്? ആ ഒന്ന് പറഞ്ഞു കാണിച്ചേ. രാധേ, എന്താ നീ മുണ്ടിരിക്കുന്നത്? അയ്യോ, മുണ്ടില്ലാതെ നിൽക്കുന്നല്ല രാധ. ഇത് ശ്രദ്ധിച്ചു കേൾക്ക, ഈ മൈക്കിന്റെ ഓളെ ഒന്ന് കൂട്ടി ശ്രദ്ധിച്ചു കേൾക്ക. രാധേ എന്തിനാ മിണ്ടാതെ നിൽക്കുന്നത്? പരിഭവമാണോ പിണക്കമാണോ? ശ്രദ്ധിച്ചു പറഞ്ഞോണേ. അത്രേ ഉള്ളൂ, അത്ര കണ്ടുപിടിച്ചു. രാധേ, എന്താ നീ മിണ്ടാതിരിക്കുന്നത്? പരിപ്പ് വേണോ പിണ്ണാക്ക് വേണം? പരിപ്പ് വേണം നിൽക്കാൻ. രാധന്റെ ഇടയിൽ രാധ അവിടെ നിൽക്കാൻ 4 മാസങ്ങൾക്ക് മുമ്പ് 4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വേലയ്ക്ക് വന്ന ഞാൻ ഇന്ന് 6 മാസം ഗർഭിണിയാണ്. ഇതിലെനിക്ക് പങ്കില്ല. നിന്നോട് ഞാൻ ചോദിച്ചോടാ. ഇന്ന് 6 മാസം ഗർഭിണിയാണ്. എന്തോ ഗർഭിണിയല്ല, ഗർഭിണി. അപ്പുറത്തിന്റെ
രാധന്റെ ഡയലോഗ് കേട്ടോണേ. എന്റെ വയറ്റിൽ വളരുന്ന എന്റെ വൈറ്റലിൽ എന്റെ വയറ്റിൽ കുണ്ടന്നൂർ കുണ്ടന്നൂർ അല്ലടി നിന്റെ വയറ്റിൽ വളരുന്ന സാറിന്റെ വൈറ്റൽ വളരുന്നുണ്ട്. എന്റെ കുഞ്ഞു മകളെ നിന്റെ വയറ്റിൽ വളരുന്ന എന്റെ വൈറ്റൽ വളരുന്നില്ല. കുഞ്ഞ് എന്നോട് ചോദിക്കും, കുഞ്ഞിനോട് ചോദിക്കും എന്റെ അച്ഛന്റെ സാറേ സാധനമുണ്ടോ സാധനമുണ്ടോ സാധനം അച്ഛന്റെ സാധനം ഉണ്ടോ? സാധനം അപ്പൊ ഞാൻ പറയും ഈ മുതലാളിനെ ഞാൻ ചൂണ്ടിക്കാണിക്കും. അപ്പൊ ഞാൻ ഈ മുതലാളി ഇങ്ങോട്ട് വന്ന് നിൽക്കണം. ചൂണ്ടിക്കാണിക്കും. ആ അങ്ങനെ രാധ സങ്കടത്തോട് മുതലാളിയോട് കെട്ടിപ്പിടിക്കും. ആ, മുതലാളി രാധേനെ ആശ്വസിപ്പിക്കും. ആ, അത് മതി മതി ഇനി ആശ്വസിച്ച് രാധേനെ എണ്ണിപ്പിക്കും. അത് മതി മതി അത്രയും ആശ്വസിച്ചാൽ നിന്റെ ഭാര്യയല്ലേടോ അതല്ലേ ഞാൻ പറഞ്ഞത്. ഇതേമാതിരി സീൻ പിന്നെ അതുകൊണ്ടാണ് ഉറപ്പാണ്. ഉറപ്പാണ്. രാധന്റെ ഡയലോഗ് കഴിഞ്ഞിടി. അടുത്ത സീൻ 2 ആണ്. അച്ഛൻ വരുന്നു. അച്ഛൻ വരുന്നു പിന്നെ തന്നേക്ക് ഞാൻ വിളിക്കും. നീ മാറി അച്ഛൻ ഉടക്കമ്പി ഞാൻ തല്ലി കൊല്ലുമേ. അച്ഛൻ വാ എന്തോടാ ഇത് കാണിക്കുന്നത്? ഞാനില്ല. നീ ഒരു വയസ്സനാണ്. വയസ്സന്റെ കൂട്ട് നീ ആക്ട് ചെയ്യണം. ഓക്കെ ഇപ്പൊ കാണിച്ചു. ഓക്കെ മുതലാളി കലക്കി ഈ ഡയലോഗ് കേട്ടിട്ട് ആദ്യം മുതലാളി പറയും, അവന്റെ മുഖത്ത് നോക്കി പറയണം, ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ ഡിസൂസ. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ ഡിസൂസ. ബിരിയാണി ബേക്കർ തന്നെയാണ്. പേര് പറയാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു പേര് പറയാം. ഓ റോഡ്രിഗോ സാൻഡ്രിഗോ സ്മോൾ. ആ ഓക്കെ. ഓ വേലായുധനല്ല, പിപ്പി വേലായുധൻ. ഈ നാടകം നിർത്താൻ നേരത്തെ അവന്റെ ഒരു ഇനീഷ്യൽ അടക്കി വെച്ചോടെ. ഇനി അടുത്ത ഡയലോഗ് നിന്റെയാണേ. നീ വന്നതിന്റെ ഉദ്ദേശം പറയണം കേട്ടോ. ഉദ്ദേശം പറയണം. ഒന്നെനിക്കും അറിയില്ല. നിനക്ക് മറിയണ്ട്. നീ എന്തോ ചെയ്യുന്നേ ശരിയെ? ഞാൻ പറഞ്ഞു. എടാ ഇത് നാടകത്തിന്റെ ഡയലോഗാവും. നിനക്കൊന്നും അറിയില്ലേ? അതാണ് ഡയലോഗ്. 4 മാസം എടാ നിന്റെ ഡയലോഗാ. 4 മാസം നിന്ന എന്റെ മോളെ ഗർഭിണിയാക്കി ചോദിക്കടാ അത്. 4 മാസം ഇവിടെ ജോലിക്ക് നിന്ന് എന്റെ പെങ്ങളെ നീ 6 മാസം ശരിയല്ലല്ലോ, കണക്ക് ശരിയല്ലല്ലോ. ശരിയാണല്ലോ. അതെങ്ങനെയാണല്ലോ 4 മാസം. നമ്മുടെ 2 മാസം ചോദ്യം. ഓ അങ്ങനെ കറക്റ്റ്. വേലായുധ നീ എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യല്. വേലായുധ നീ എന്റെ പുരുഷനെ തന്നെ ചോദ്യം ചെയ്യരുത്. എന്റെ തന്തയ്ക്ക് പുരുഷന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. എടാ പുരുഷത്വത്തെ തൊത്തെ കിത്തല്ലേ തൊത്തെ അതല്ലടത്ത് ഇതെന്താ വഞ്ചിപ്പാട്ടോ? ആ നാടകത്തില് നീ എടുക്കുന്നേ. നീ പറയണം ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു. നീ ഒരു മുതലാളി അല്ലയോ? നീ എന്ന് പറഞ്ഞ് ആവേശത്തിൽ പറടാ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് എന്റെ മകളെ നശിപ്പിച്ച് പോരാഞ്ഞിട്ട് എന്റെ മകളെ നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് അയാൾ പറയട്ടെ. എന്റെ മകളെ നശിപ്പിച്ച് പോരാഞ്ഞിട്ട് എന്റെ മകളെ നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് തമ്പി ഞാൻ സംവിധായകനാ. നീ കുറെ നേരം കൊണ്ട് എന്റെ ഇവിടെ വന്ന് പറയുന്നുണ്ട്. പറഞ്ഞ ഡയലോഗ് പറഞ്ഞാൽ മതി. ആ എന്റെ മകളെ നശിപ്പിച്ച് പോരാഞ്ഞിട്ട് രണ്ട്. പിന്നെ ഇതാണ് പോത്തിന്റെ ചെവിയിൽ വേഗ ഊതുന്ന മാതിരിയാ. എടാ അച്ഛാ നിന്റെ ഡയലോഗാ. എന്റെ ആണല്ലേ? ആ എന്റെ മകളെ നശിപ്പിച്ച് പോരാഞ്ഞിട്ട് എന്റെ മകളെ നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് എന്നെ അട്ടഹസിക്കുന്നോടോ ദുഷ്ട.
എന്റെ മകളെ നശിപ്പിച്ച് പോരാഞ്ഞിട്ട് എന്റെ മകളെ നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് ഇന്ന് ഞാൻ നിന്നെ തല്ലിക്കൊല്ലുമ്പോടാ പട്ടി. തല്ലിക്കൊല്ലടാ പട്ടി. ആ അച്ഛൻ ചാടി വീഴുന്നു. അച്ഛൻ ചാടി വീഴും. അച്ഛൻ ചാടി വീഴുമല്ല, അച്ഛൻ മുതലാളിന്റെ പുറത്ത് ചാടി വീഴുന്നു. ആ അച്ഛൻ മതി മതി അടിക്കണം. ആ കഴുത്തിന് പിടിക്കുന്നു, കഴുത്തിന് പിടിക്കുന്നു. എടാ നിന്റെ കഴുത്തിന് മുതലാളിന്റെ കഴുത്തിന് പിടിക്കുക. എടാ ചിരിക്കല്, കഴുത്തിന് പിടിക്കുമ്പോൾ ചിരിക്കില്ല, ചിരിക്കില്ല, ഇത് ശരിയില്ല. എടാ ഇക്കിളി വരുമ്പോൾ ചില എക്സ്പ്രഷൻ കൊടുക്കണം. എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു. കഴുത്തിന് പിടിക്കുമ്പോ ഇങ്ങനെയാണ്. പിന്നെ പിന്നെ അടിക്കുകയില്ല. അടിച്ചോ? ഞാൻ അടിക്കത്തില്ല. എന്തൊരു കഷ്ടം. ഒന്ന് അടിക്കടാ. വേണ്ട, അടിക്കണം. ആ ഒന്ന് ഒരു അടി. മുതലാളി തോക്കെടുക്കുന്നു. അയ്യോ, തോക്കെടുത്തിട്ടില്ല. ഓ എന്തൊരു കഷ്ടം. ഓടിയതിന് മുമ്പിൽ എങ്ങനെ തോക്കെടുക്കേ? ഉള്ള തോക്കും വെച്ച് അഡ്ജസ്റ്റ്, ഉള്ള തോക്കും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ആ വെടിവെക്ക്. സോറി, സൗണ്ട് നീ പേടിക്കണ്ട. ഈ പ്രാവശ്യം ആ ഓടെ മരിച്ചു വീഴുന്നു. എടാ മുതലാളി വേണം മരിച്ചു വീഴുന്നു. നീ എന്തിനാണ് മരിച്ചു വീഴുന്നു? മുതലാളി മരിച്ചു വീഴുന്നു. ഇങ്ങനെയല്ലടാ, ഒറിജിനാലിറ്റി വേണം. മരിച്ചു വീഴുന്ന നേരത്ത് ഒറിജിനാലിറ്റി വേണം. മുതലാളി ഒറിജിനാലിറ്റിയോടെ മരിച്ചു. എന്നെ കൊല്ല്, ഇതിനെ തന്നെ കൊല്ല്. മകൻ വരുന്നു. ഇനിയിപ്പോ മകന്റെ ഡയലോഗ് ഞാൻ പറഞ്ഞു. എടാ ദുഷ്ട, എന്റെ അച്ഛനെ നീ പയർ മാതിരിയുള്ള അച്ഛനെ നീ കൊന്നിട്ടില്ലടാ. അണ്ടി ഈ അച്ഛനങ്ങോട്ട് ആക്ടിങ് ചെയ്യാൻ എന്നെ വിളിക്കാൻ പറഞ്ഞേ. ഇത് ഞാൻ കുഴപ്പമില്ല, ഞാൻ സമ്മതിച്ചു. എന്റെ അച്ഛനെ കൊന്നു നീ സമ്മതിച്ചു. പക്ഷെ എന്റെ പെങ്ങളെ, എന്റെ ഓമന പെങ്ങളെ എന്നിങ്ങോട്ട് വാടി, നിന്നോട് ചോദിക്കണേ. ഈ വയറ്റിലിരിക്കുന്ന കുഞ്ഞിനെ നിനക്ക് പോറ്റി വളർത്താനുള്ള ക്യാപിറ്റൽസ് ഉണ്ടടാ. ക്യാപിറ്റൽ. ഒരു ഡൗട്ട്. ഈ വീണയിൽ 2 പാത്രത്തിൽ ഏതാ ഗർഭപാത്രം? നിനക്ക് ഗർഭപാത്രം